നോട്ട് എണ്ണാൻ 50 രൂപ അധികം ഈടാക്കിയതിൽ ഫെഡറൽ ബാങ്കിന് പിഴയിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. കൗണ്ടിംഗ് ചാർജ് ഇനത്തിൽ അന്യായമായി തുക ഈടാക്കിയതിനാണ് നടപടി. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റേതാണ് ഇടപെടൽ. ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ എത്തിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കൗണ്ടിംഗ് ചാർജ് എന്ന പേരിൽ അന്യായ തുക ഈടാക്കിയതിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ നടപടി. നിയമവിരുദ്ധമായി 50 രൂപ അധികം ഈടാക്കിയ ഫെഡറൽ ബാങ്ക് നഷ്ടപരിഹാരമായി 3000 രൂപയും കോടതി ചെലവിനത്തിൽ 5000-ഉം അധികമായി ഈടാക്കിയ 50 രൂപയും ചേർത്ത് 8050 രൂപ ഉപഭോക്താവിന് നൽകണമെന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ ഉത്തരവ്. ഫെഡറൽ ബാങ്ക് പെരുമ്പാവൂർ ബ്രാഞ്ചിനാണ് നിർദ്ദേശം നൽകിയത്. എറണാകുളം അങ്കമാലി സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ 20000 രൂപയാണ് പരാതിക്കാരൻ ബാങ്കിൽ എത്തിച്ചത്. 20 രൂപയുടെ 100 നോട്ടുകൾ അടങ്ങിയ 10 ബണ്ടിലായിരുന്നു അവ. ഈ നോട്ടുകൾ എണ്ണിയെടുത്തതിന്റെ പേരിൽ ബാങ്ക് 100 രൂപ ചാർജ് ഈടാക്കി. എന്നാൽ ഇത് അന്യായമാണെന്നും 50 രൂപ മാത്രമേ ഈടാക്കാൻ നിയമപ്രകാരം കഴിയൂവെന്നും ബോധ്യപ്പെട്ട പരാതിക്കാരൻ ബാങ്കിന് പിന്നീട് നോട്ടീസ് അയച്ചു. അതേസമയം പരാതിക്കാരന് ബാങ്കിൽ അക്കൗണ്ടില്ലാത്തതുകൊണ്ട് ബെനഫിഷ്യറിയായി നേരത്തെ പണമടച്ചയാളുടെ അക്കൗണ്ടിലേക്ക് GST തുക ഉൾപ്പെടെ 59 രൂപ അയച്ചു കൊടുത്തുവെന്നായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ വാദം. എന്നാൽ നോട്ടീസ് അയച്ച പരാതിക്കാരനെ അറിയിക്കുകയോ അനുവാദം ചോദിക്കുകയോ ചെയ്യാതെ തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് അയച്ചത് സേവനത്തിലെ ന്യൂനതയാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം കണ്ടെത്തുകയായിരുന്നു. ജനം, കൊച്ചി.